ഇറാന്റെ പുതിയ നേതാവായി അയതൊള്ള മുസ്തഫ ഖമനിയെ തെരഞ്ഞെടുത്തത് തെറ്റായ നടപടിയെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ യുദ്ധത്തിൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സഖ്യകക്ഷിയാകാൻ UAE, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളോടും അമേരിക്ക ആവശ്യപ്പെട്ടു. ശക്തമായ ആക്രമണം തുടരുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ട്രംപ് ഇതിലൂടെ നൽകുന്നത്. ഇസ്ലാമിക ഭരണകൂടം ഇല്ലാതായതിനു ശേഷം ഇറാന്റെ ഭരണം ആര് കൈയാളുമെന്ന് പറയാനാവില്ല. മുസ്തഫ ഖമനിയെ തെരഞ്ഞെടുത്തത് തെറ്റായ നടപടിയെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം പടിഞ്ഞാറൻ ടെഹ്റാനിൽ ശക്തമായ ആക്രമണം തുടരുകയാണ്. ആണവായുധം നിർമ്മിക്കാനുള്ള നീക്കത്തിൽ നിന്നും ഇറാൻ പിന്മാറിയിട്ടില്ലെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. ശാശ്വത സമാധാനമാണ് ഇറാനിൽ പ്രതീക്ഷിക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളോട് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊപ്പം യുദ്ധത്തിന്റെ ഭാഗമാകാൻ റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസേ ഗ്രഹാം ആഹ്വാനം ചെയ്തു. അമേരിക്ക ഇരു രാജ്യങ്ങളുമായും പ്രതിരോധ ധാരണ ഒപ്പുവെക്കാൻ തയ്യാറെന്നും സുരക്ഷ ഉറപ്പാക്കാമെന്നും ഗ്രഹാം പറഞ്ഞു. The Crown Prince has taken Saudi Arabia in a completely different direction in a good way. But here's what I want to say to Saudi Arabia tonight. I'm willing to do a mutual defense agreement with your country to give you protection in perpetuity. Under the agreement I've been pushing, and I hope we can continue to talk about, if you're attacked by Iran, we would go to war for you. To Saudi Arabia, our embassy was hit in Riyadh. Do you not have an obligation to join the fight with us? You have yet to do that. So if you do not believe the American embassy being attacked in Riyadh would trigger mutual self-defense. റിയാദിലെ തങ്ങളുടെ എംബസി ആക്രമിക്കപ്പെട്ടെന്നും അമേരിക്കയോടൊപ്പം നിൽക്കാൻ ഇരു രാജ്യങ്ങളും ബാധ്യസ്ഥരെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാൻ സൈന്യത്തിന് മുന്നറിയിപ്പുമായി US സെൻട്രൽ കമാൻഡ് രംഗത്തെത്തി. മിസൈലുകൾ എവിടെ ഒളിപ്പിച്ചാലും US സൈന്യം അവ കണ്ടെത്തി തകർക്കുമെന്നും സമൂഹമാധ്യമത്തിൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചായിരുന്നു മുന്നറിയിപ്പ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.